നമസ്കാരം, ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 9. അങ്ങനെ ഏതാനും ട്രേഡിംഗ് സെഷനുകളിലെ തുടർച്ചയായ നഷ്ടത്തിന് ശേഷം ഇന്ന് ബെഞ്ച് മാർക്ക് ഇൻഡിസീസുകൾക്കും ബോർഡർ മാർക്കറ്റ്സുകൾക്കും ശക്തമായ നേട്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനുമായി RBIയുടെ ഭാഗത്ത് നിന്നും ശക്തമായ ഒരു നടപടി ഇന്ന് വരികയും ചെയ്തു. ഇതിനെ തുടർന്ന് ഇന്ന് ബാങ്ക് നിഫ്റ്റിക്കും PSU ബാങ്ക് ഇൻഡെക്സിനും ശക്തമായ നേട്ടം കൈവരിക്കുവാനുമായി എന്തെല്ലാം ഘടകങ്ങളാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ ശക്തമായ നേട്ടത്തിലേക്ക് നയിക്കുവാനും കൂടാതെ RBIയുടെ ഭാഗത്ത് നിന്ന് വന്ന നടപടി എന്താണെന്നും വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. ലീഡിംഗ് ആയ എല്ലാ ഇൻഡിസീസുകളിലും ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് തന്നെയായിരുന്നു ഇന്ന് ലഭ്യമായിരുന്നതും. പിന്നീട് നിഫ്റ്റിക്ക് ഇടിവ് നേരിടേണ്ടി വന്നെങ്കിലും 23,100 എന്ന ശക്തമായ സപ്പോർട്ട് ലെവലിന് തൊട്ടു മുകളിലായിട്ട് സപ്പോർട്ടും എടുക്കുവാൻ സാധിച്ചു. എങ്കിലും ഉച്ചതിരിഞ്ഞ് 2:55 23,279 എന്ന ലെവലിൽ റെസിസ്റ്റൻസും നേരിടേണ്ടതായിട്ട് വന്നു. തൽഫലമായി 119 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി 23,242 എന്ന ലെവലിൽ ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനായപ്പോൾ സെൻസെക്സിന് 394 പോയിന്റുകളുടെയും ബാങ്ക് നിഫ്റ്റിക്ക് 1,130 പോയിന്റുകളുടെ അഥവാ 2.09% നേട്ടവും കൈവരിക്കുവാൻ സാധിച്ചു. NSEയുടെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോയിലും 2,203 സ്റ്റോക്കുകൾക്ക് ഇന്ന് നേട്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനായപ്പോൾ ആകെ 773 സ്റ്റോക്കുകൾക്ക് മാത്രമേ നഷ്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നുള്ളൂ. ഇന്ന് നിഫ്റ്റി 50-ല് ഇന്റർഗ്ലോബ് ഏവിയേഷൻ, ജിയോ ഫിനാൻഷ്യൽ, ഐഷ മോട്ടേഴ്സ്, SBI, അപ്പോളോ ഹോസ്പിറ്റൽസ് തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് ശക്തമായ നേട്ടം കൈവരിക്കുവാനായപ്പോൾ ONGC, ടൈറ്റാൻ കമ്പനി, NTPC, പവർ ഗ്രിഡ് കോർപ്പറേഷൻ, ടെക് മഹീന്ദ്ര തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റി 50-ലെ ടോപ്പ് ലൂസേഴ്സ് ആയിട്ട് മാറേണ്ടതായിട്ടും വന്നു. ഇന്ന് സെക്ടർ വൈസ് നോക്കുമ്പോൾ IT മേഖലയെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാ മേഖലകൾക്കും നേട്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനുമായി PSU ബാങ്കിന് 3.6%, നിഫ്റ്റി ബാങ്കിന് നമ്മൾ കണ്ടിരുന്നു 2%-ലേറെയും, പ്രൈവറ്റ് ബാങ്ക് ഇൻഡെക്സിന് 1.6%, റിയാലിറ്റിക്കും 1.6% നേട്ടവും കൈവരിക്കുവാനായപ്പോൾ ബോർഡർ മാർക്കറ്റ്സിൽ നിഫ്റ്റി മിഡ് ക്യാപ്പിന് 1.3%, സ്മോൾ ക്യാപ്പിന് 1.7% നേട്ടവും കൈവരിക്കുവാൻ സാധിച്ചു. ഇന്ന് നേരിയതാണെങ്കിലും നഷ്ടത്തോടുകൂടി തന്നെ തുടർച്ചയായി ഇന്ന് 4ാമത്തെ ട്രേഡിംഗ് സെഷനിലും 5% ലോവർ സർക്യൂട്ട് രാജേഷ് എക്സ്പോർട്സിന്റെ സ്റ്റോക്കില് അനുഭവപ്പെട്ടു. ഇനി നമുക്ക് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ ശക്തമായ ഒരു നേട്ടത്തിലേക്ക് നയിക്കുവാൻ ഇടയാക്കിയ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ പരിശോധിക്കാം. വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോസിറ്റീവായിട്ടുള്ള വലിയ ഡെവലപ്മെന്റുകൾ വന്നില്ലെങ്കിൽ കൂടിയിട്ടും വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾക്ക് അയവ് വന്നതിനെ തുടർന്ന് നേരിയ ഒരു പ്രതീക്ഷ വന്നു. ഇതിനെ തുടർന്ന് ഇന്ന് എണ്ണയുടെ വിലയിൽ ഗണ്യമായ ഇടിവാണ് അനുഭവപ്പെടുന്നതും. ബ്രെന്റ് ക്രൂഡിന്റെ വിലയിൽ 1.25%-ലേറെയും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ 2%-ലേറെയും ഇടിവ് അനുഭവപ്പെട്ടുകൊണ്ട് ബ്രെന്റ് ക്രൂഡിന്റെ വില $99.66 ക്രൂഡ് ഓയിലിന്റെ വില $89.34 പെർ ബാരലിലേക്കും എത്തിച്ചേർന്നു. അതുകൊണ്ട് തന്നെ എണ്ണയുടെ വില $90-91 ഇടയിൽ വന്നതുകൊണ്ട് തന്നെ ഇൻഫ്ലേഷന്റെയും ഇമ്പോർട്ട് കോസ്റ്റിന്റെയും മുകളിലുള്ള ആശങ്കകൾക്ക് ഒരു പരിധിവരെ പുൾ ഓഫ് ആകുവാനും സാധിച്ചു. തുടർച്ചയായി ഏതാനും ട്രേഡിംഗ് സെഷനായി ഗ്ലോബൽ ക്യൂസ് ശക്തമായ വീക്ക്നെസ് ആയിരുന്നു പ്രകടിപ്പിച്ചിരുന്നത്. എന്നാൽ ഇന്നലെ US മാർക്കറ്റുകൾക്ക് വീണ്ടും നേട്ടം കൈവരിക്കുവാനായതും കൂടാതെ ഇന്ന് വ്യാപാരത്തിൽ തുടർന്നിരുന്ന യൂറോപ്യൻ, ഏഷ്യൻ മാർക്കറ്റ്സിൽ അനുഭവപ്പെട്ട പോസിറ്റീവ്നെസ്സിനെ തുടർന്ന് ഗ്ലോബൽ ക്യൂസ് സ്ട്രോങ് ആയിട്ട് മാറിയതും. ഇതിനെല്ലാം പുറമെ ഇന്നലെ 8%-ഓളം ക്ലോസിംഗ് ബേസിസിൽ ഉയർച്ച രേഖപ്പെടുത്തിയ ഇന്ത്യ വിക്സിൽ ഇന്ന് 8%-ലേറെ ഇടിവും രേഖപ്പെടുത്തിക്കൊണ്ട് 15.57 എന്ന ലെവലിലായിട്ട് ക്ലോസിംഗ് രേഖപ്പെടുത്തുവാനായതും. ഇന്നലെ വീണ്ടും US ഡോളറിനെതിരെ ശക്തമായ ഇടിവ് നേരിട്ടിരുന്ന ഇന്ത്യൻ രൂപയ്ക്ക് ഇന്നലത്തെ ക്ലോസിംഗ് ലെവലിൽ നിന്നും 36 പൈസയുടെ നേട്ടത്തോടുകൂടി 95.35 എന്ന ലെവലിലായിട്ട് വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചതും നമ്മുടെ മാർക്കറ്റിന് ഇന്ന് ഗുണം ചെയ്യുകയും ചെയ്തു. ഇതിനെല്ലാം പുറമെ എസ്പെഷ്യലി ഇന്ന് ബാങ്കിംഗ് മേഖലയെ ശക്തമായ നേട്ടത്തിലേക്ക് നയിക്കുവാൻ മാത്രമല്ല ഇന്ത്യൻ മാർക്കറ്റിനെ ശക്തമായി മുകളിലേക്ക് കരകയറ്റുവാൻ ഇടയാക്കിയ പ്രധാനപ്പെട്ട ഘടകം ഇന്ന് RBIയുടെ ഭാഗത്ത് നിന്ന് വന്ന ഒരു നടപടി തന്നെയായിരുന്നു. അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൺസെഷൻ ഫോറക്സ് സ്വാപ്പ് സൗകര്യത്തിന്റെ വിശദാംശങ്ങൾ പ്രഖ്യാപിക്കുകയുണ്ടായി. അതായത് ബാങ്കുകളും പൊതുമേഖലാ സ്ഥാപനങ്ങളും വിദേശ ഫണ്ട് സമാഹരണം പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് ഈ ഇളവുകൾ ലക്ഷ്യമിടുന്നതെന്നുള്ള
വിലയിരുത്തലുകളാണ് വിദഗ്ധർ നടത്തിയതും. ഇതിനെ തുടർന്ന് ഇന്ന് ബാങ്ക് നിഫ്റ്റിയിലുള്ള 14 സ്റ്റോക്കുകളും ഒരേ സമയം തന്നെ നേട്ടത്തിൽ ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയും ഒത്തിരിയേറെ കാലങ്ങൾക്ക് ശേഷം ഇന്ന് കാണുവാനായിട്ടും സാധിച്ചു. RBIയുടെ ഈ ഒരു നടപടി തന്നെയാണ് ഇന്ന് നിഫ്റ്റി ബാങ്കിലും പ്രൈവറ്റ് ബാങ്കിലും PSU ബാങ്കുകൾക്കൊക്കെ ശക്തമായ നേട്ടം കൈവരിക്കുവാനായത്. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. US ഡോ ജോൺസ് ഫ്യൂച്ചർ 101 പോയിന്റുകളുടെ അഥവാ 0.2% നേട്ടത്തിൽ തന്നെയാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം യൂറോപ്യൻ മാർക്കറ്റ്സിൽ അവസാന 2 ട്രേഡിംഗ് സെഷനുകളിൽ നേട്ടത്തോടുകൂടി വ്യാപാരം തുടർന്നിരുന്ന UK മാർക്കറ്റ് ഇന്ന് 0.5% നഷ്ടത്തിലാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അതേസമയം ഇന്ത്യൻ മാർക്കറ്റ് പോലെ തന്നെ കഴിഞ്ഞ ഏതാനും ട്രേഡിംഗ് സെഷനുകളായിട്ട് നഷ്ടത്തിൽ വ്യാപാരം നടത്തിക്കൊണ്ടിരുന്ന ഫ്രാൻസ് മാർക്കറ്റും ജർമ്മൻ മാർക്കറ്റും നേട്ടത്തിൽ തന്നെയാണ് ഇന്ന് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നതും. ഫ്രാൻസ് മാർക്കറ്റ് 0.25%ലേറെയും ജർമ്മൻ മാർക്കറ്റ് 0.5%ലേറെയും നേട്ടം തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നു. ഏഷ്യൻ മാർക്കറ്റ്സിൽ നിന്ന് ഹോങ്കോങ് മാർക്കറ്റിന് മാത്രമേ 0.5%ലേറെ നഷ്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നുള്ളൂ. ബാക്കി എല്ലാ ഏഷ്യൻ മാർക്കറ്റ്സിനും ഇന്ന് നേട്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനുമായി. ഗോൾഡിന്റെ വില 0.4% ഉയർച്ചയോടുകൂടി $4,335.14 പെർ ഔൺസ് എന്ന നിലയിൽ സ്ലൈറ്റ്ലി പോസിറ്റീവായിട്ട് തന്നെയാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നതും. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. JSW ഇൻഫ്രാസ്ട്രക്ചർ കൊൽക്കത്ത തുറമുഖത്ത് കണ്ടെയ്നർ ബർത്തുകൾക്കായിട്ടുള്ള ലേലത്തിൽ കമ്പനിയെ വിജയിയായിട്ട് പ്രഖ്യാപിച്ചു എന്നുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. പോളിക്യാബ് ഇന്ത്യ 47 രൂപ പെർ ഷെയർ നിലയിലുള്ള ഡിവിഡന്റിന്റെ റെക്കോർഡ് ഡേറ്റ് ജൂൺ 19, 2026 ആണെന്ന് കമ്പനി ഇന്ന് അനൗൺസ് ചെയ്തു. മാർസൺസ് 9.48 കോടി രൂപയുടെ കരാർ കമ്പനിക്ക് ലഭിച്ചു. ട്രാൻസ്ഫോമർ റിപ്പയറുമായി ബന്ധപ്പെട്ടുകൊണ്ട്. KNR കൺസ്ട്രക്ഷൻസ് തെലങ്കാന സംസ്ഥാനത്തെ മൽക്കാജിരി മുനിസിപ്പൽ കോർപ്പറേഷനിൽ നിന്ന് 235 കോടി രൂപയുടെ പുതിയൊരു പദ്ധതി കമ്പനിക്ക് ലഭിച്ചു. അദാനി എനർജി സൊല്യൂഷൻസ് ഇൻസ്റ്റാമാർട്ടിന്റെ 100% വരുന്ന ഓഹരികൾ ഏറ്റെടുക്കുന്നതിനായിട്ടുള്ള കരാറിൽ കമ്പനി ഒപ്പുവെച്ചു. ഹാർഡ്വെയിൻ ഇന്ത്യ 2:5 എന്ന റേഷ്യോയിലുള്ള ബോണസ് ഇഷ്യൂവിന്റെ പ്രഖ്യാപനം കമ്പനി നടത്തി. ഏവർക്കും ശുഭരാത്രി നേരുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.